എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 19-ൻ്റെ 11 മുതൽ 16 വരെ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്നു പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം നമുക്ക് ദൈവം ദാനമായി നൽകി. പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം. നമ്മൾ വായിച്ച വേദഭാഗം 1 മുതൽ 10 വരെ ഉള്ള വാക്യങ്ങളിൽ ഉള്ള കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതായി യോഹന്നാൻ കാണുന്നു. ഇതാ ഒരു വെള്ളക്കുതിര. 5-ാം അധ്യായത്തിൽ യോഹന്നാൻ ഒരു സിംഹത്തെക്കുറിച്ച് കേൾക്കുകയും ഒരു കുഞ്ഞാടിനെ കാണുകയും ചെയ്തു. ഇപ്പോൾ അയാൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് കേട്ടു. തുടർന്ന് നടക്കുന്നത് വെള്ളക്കുതിരമേൽ ഒരുത്തൻ യുദ്ധം നടത്താനും ന്യായം വിധിക്കാനും പോകുന്ന ദർശനമാണ്. വെള്ളക്കുതിരമേൽ സഞ്ചരിക്കുന്ന സ്വർഗീയ സൈന്യങ്ങൾ അവനെ അനുഗമിക്കുന്നുണ്ട്. വെളുത്ത നിറമുണ്ടെങ്കിൽ കൂടി ഈ വെള്ളക്കുതിരയുടെ ദർശനം വേദപുസ്തക പ്രതീകങ്ങളുമായി ബന്ധമുള്ളവർക്ക് ഒരു ഭീകര ദർശനമായി തോന്നും. വേദപുസ്തകത്തിൽ കുതിരകൾ മിക്കവാറും യുദ്ധവുമായി ബന്ധപ്പെട്ടതും വിശേഷിച്ച് ഇസ്രായേലിൻ്റെ ശത്രുക്കളായ ഈജിപ്റ്റ്, അസീറിയ തുടങ്ങിയവരുടെ കൂടുതൽ മെച്ചപ്പെട്ട കുതിരപ്പടയെ അനുസ്മരിപ്പിക്കുന്നതുമൊക്കെയാണ്. ഗർവും വിഭ്രാന്തിയുമുള്ള ശക്തിയെയാണ് ഇത് കാണിക്കുന്നത്. ഈജിപ്തിലേക്ക് സഹായം തേടിപ്പോവുകയും അവരുടെ കുതിരകളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് യെശയ്യാവ് പറയുന്നു 31-ാം അധ്യായത്തിൽ. അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ എന്നും തുടർന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ജയാളിയായ മശിഹ രാജാവ് വിനയപൂർണനായി കഴുതപ്പുറത്ത് വരികയും യെരുശലേമിൽ നിന്ന് പടക്കുതിരകളെ ഇല്ലാതാക്കി തൻ്റെ സമാധാനത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ് സഖറിയ പ്രവാചകൻ്റെ ഒരു ഭാഷ്യം 9-ാം അധ്യായത്തിൽ കാണാം. യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിന് യേശു ഒരു കഴുതയെ തിരഞ്ഞെടുക്കുന്നത് ഈ പാരമ്പര്യ പ്രതീക്ഷയെ കണക്കിലെടുത്താണ്. സ്വർഗത്തിലെ വെള്ളക്കുതിര എന്ന തൻ്റെ പ്രതീകത്തിന് വേദപുസ്തകത്തെ ആശ്രയിക്കാൻ യോഹന്നാന് കഴിയുന്നില്ല. റോമൻ സൈന്യത്തെ വിജയകരമായി ചെറുത്ത് നിന്ന് യുദ്ധം ചെയ്ത പാർത്യൻ കുതിരപ്പടകളെക്കുറിച്ചുള്ള കഥയാവണം യോഹന്നാൻ്റെ ദർശനത്തെ കൂടുതൽ ഉണർത്തിയത്. എന്നാൽ മൃഗത്തിൻ്റെ മുഖം മൂടി നീക്കാനും അതിൻ്റെ ശക്തി തകർക്കാനും അവർക്ക് കഴിയും, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കാനാവില്ല. അവർ റോമയെ പരാജയപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തേക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അവർ ആയുധങ്ങളായിത്തീരാം. പക്ഷേ അവരുടെ ഭരണത്തിൻ്റെ പ്രചോദനം ഇതേ മൃഗത്തിൻ്റേത് തന്നെ ആയിരിക്കും. കുറച്ചുകൂടെ വ്യക്തമായ മറ്റൊരു സംഘട്ടനം സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലും
അതുപോലെ തന്നെ വെളിപ്പാട് 19-ാം അധ്യായത്തിൽ പറയുന്നതും കൂടെ നോക്കുമ്പോൾ യോജിച്ച് പോകുന്നുണ്ട്. ഭൂമിയിൽ ഭരണം നടത്തുന്ന മൃഗീയ ശക്തികളെ നിർണായകമായി തോൽപ്പിക്കുന്നതിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യം വരികയുള്ളൂ. എന്നാൽ ഒത്തുതീർപ്പില്ലാതെയും മൃഗത്തിൻ്റെ ആത്മാവിനാൽ ബാധിതമാകാതെയും ഈ യുദ്ധം നടത്താൻ ആർക്കും കഴിയില്ല. യോഹന്നാൻ പറയുന്നു, വിശ്വസ്തനും സത്യവാനുമെന്ന് വിളിക്കപ്പെടുന്ന ഒരുവന് മാത്രമേ കഴിയൂ. പ്രവചനപരമായ ദൈവവചനം തന്നെയാണത്. അവനാണ് യെശയ്യാവ് 11-ാം അധ്യായത്തിലെ ദരിദ്രന്മാർക്ക് ന്യായം ലഭിക്കുകയും ദുഷ്ടൻ ചിതറിക്കപ്പെടുകയും ചെയ്യും എന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി നീതിയിൽ ന്യായം വിധിക്കുന്നത്. അവൻ്റെ കണ്ണുകൾ തീജ്വാലയ്ക്ക് ഒത്തതാണ്. അവൻ തൻ്റെ വായിലെ വാക്കിനാൽ ജാതികളെ അടിക്കുകയും ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് അവരെ ഭരിക്കുകയും ചെയ്യും. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 2:9 വായിക്കുമ്പോഴും ഈ ഒരു ഉദ്ധരണി അവിടെ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. 2-ാം സങ്കീർത്തനത്തിലെ തനിക്കെതിരായി ഗൂഢാലോചന ചെയ്യുന്ന ജാതികളെയും മറ്റ് മത്സര ശക്തികളെയും തകർക്കുന്ന രാജാവിനെ വിശേഷിപ്പിക്കുന്ന തൻ്റെ ഭരണം ന്യായത്തിൽ സ്ഥാപിച്ചിരിക്കുകയും പ്രാപഞ്ചിക സമാധാനം കൊണ്ടുവരികയും ചെയ്യുന്ന നീതി ഉള്ളവനുമായിട്ടാണ്. ഇവിടെ വെള്ളക്കുതിരമേൽ രക്തത്തിൽ മുക്കിയ അങ്കി ധരിച്ചിരിക്കുന്നയാളും ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് അവനെ അനുഗമിക്കുന്ന സ്വർഗ സൈന്യവും തമ്മിൽ ശ്രദ്ധേയമായ ഒരു വൈരുദ്ധ്യമുണ്ട്. ആരുടെ രക്തമാണ് അയാളുടെ അങ്കിയെ കളങ്കപ്പെടുത്തിയിരിക്കുന്നത്? നിഹിതന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തത്തെക്കുറിച്ച് യോഹന്നാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തത്തെക്കുറിച്ചും പരാമർശമുണ്ട്. മുന്തിരിച്ചക്കിൽ നിന്ന് പ്രവഹിക്കുന്ന രക്തപ്പുഴ രക്തസാക്ഷികളുടേതാണെന്ന് തോന്നാം. തങ്ങളുടെ അങ്കികളെ രക്തത്തിൽ കഴുകി വെണ്മയാക്കി വെള്ളയങ്കി ധരിച്ച അനുഗാമികളുടെ രക്തമാണോ വസ്ത്രത്തെ പങ്കിലമാക്കിയിരിക്കുന്നത്? അതോ അവൻ ന്യായാധിപതിയാകയാൽ തനിക്ക് മാത്രം അവകാശമുള്ള ന്യായവിധി നടത്തി നിഹിതന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്തതിനാൽ ചിന്തപ്പെട്ട ശത്രുക്കളുടെ രക്തമായിരിക്കുമോ അങ്കിയെ കൂടുതൽ ചോപ്പിക്കുന്നത്? അതോ അത് കുഞ്ഞാടിൻ്റെ രക്തമാണോ? ഏറ്റവും ശരിയായി തോന്നുന്നത് അവസാനത്തേതാണ്. ഈ സൈനിക നേതാവ് യുദ്ധം തുടങ്ങും മുൻപ് രക്തം പുരണ്ട വസ്ത്രം ധരിക്കണമെങ്കിൽ മറ്റ് പടയാളികളിൽ നിന്ന് അവനെ വേർതിരിക്കുന്ന അടയാള രക്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തമാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടായി പ്രത്യക്ഷപ്പെട്ട സിംഹം തന്നെയാണ് അവൻ. ചരിത്രത്തിൻ്റെ പുസ്തക ചുരുളിൻ്റെ മുദ്ര പൊട്ടിക്കുവാൻ അധികാരം ലഭിച്ചവൻ തന്നെ. തൻ്റെ രക്തം കൊടുക്കുകയും മരണശിക്ഷയിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ട് മരണത്തിൻ്റെ മൃഗീയ ശക്തികളോട് പോരാടി അവയെ പരാജയപ്പെടുത്തി ശിക്ഷ വിധിക്കുന്നവൻ തന്നെയാണ് ഈ പടയാളി. അവൻ രാജാതിരാജാവും കർത്താതികർത്താവുമായ ദൈവവചനം തന്നെയാണ്. ദൈവവചനമായി അവൻ രാജാക്കന്മാരെയും ഭൂമിയിലെ പ്രഭുക്കന്മാരെയും ന്യായം വിധിക്കുന്നു. ആ വചനം അവരുടെ ക്രൂര കൃത്യങ്ങളുടെ അഗാധതയും അവരുടെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരവുമൊക്കെ വെളിവാക്കുന്നുണ്ട്. ഭരണാധിപന്മാർ എന്ന നിലയ്ക്ക് മൂടിവയ്പ് അവർക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ പ്രവാചക വചനത്തിനും അവസാനത്തെ കണക്ക് തീർക്കലിന് മുൻപിൽ അവർക്ക് രക്ഷപ്പെടാൻ ആവില്ല. ദൈവത്തിൻ്റെ കുഞ്ഞാട് ന്യായാധിപതിയും രാജാതിരാജാവുമായി മൃഗീയ അധികാരങ്ങളെ നേരിടുന്നത് ചരിത്രത്തിലെ യുദ്ധങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ പ്രവാചക വചനത്തിൻ്റെ മാർഗനിർദ്ദേശം നമ്മൾ സ്വീകരിക്കണം.
സ്വർഗീയ സൈന്യങ്ങളെക്കുറിച്ച് അപകടകരമാം വിധം തെറ്റിദ്ധരിച്ച നിരവധി സംഭവങ്ങളുണ്ട്. കർത്താവിൻ്റെ യുദ്ധം നടത്തുന്നു എന്ന് അവകാശപ്പെട്ട് ക്രിസ്ത്യാനികൾ കുരിശുയുദ്ധങ്ങൾ കണിചേരുകയും അധിനിവേശ യുദ്ധങ്ങളും സാമ്രാജ്യ യുദ്ധങ്ങളും നടത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. സാക്ഷാൽ മൃഗാധികാരങ്ങളെ അവർ സേവിക്കുമ്പോൾ ക്രിസ്ത്യ സൈന്യമേ മുന്നേറുവിൻ എന്ന് പാടിക്കൊണ്ടിരുന്നു. ഇത് ദൈവവചനവുമായി ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. ചരിത്രത്തിൽ ദൈവം സഹനതയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. സഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ പ്രതിഫലമുണ്ട്. അക്ഷയനായി നിത്യനായി ജയം കയ്യാളിയ കുഞ്ഞാട് നമുക്ക് വേണ്ടി പോരാടുന്നവനാണ്. അതുകൊണ്ട് മനുഷ്യരക്തങ്ങളോട് പോരാടാനുള്ള അധികാരം തൻ്റെ ജനത്തിന് ദൈവം നൽകുന്നില്ല. വേർതിരിക്കപ്പെട്ടവരായി ഭൂമിയിൽ ജീവിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഒരു നാൾ നമുക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരുന്ന് ആലോചന നൽകി വഴി നടത്തണമേ. ഇടറിപ്പോകാതെ വണ്ണം കാത്തുകൊള്ളണമേ. തകർന്നു പോകാതെ വണ്ണം താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ആഗ്രഹങ്ങളും ദൈവഹിതത്തിന് വിധേയമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആവശ്യങ്ങളുമായി ഇന്നത്തെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ ഇതെല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ കർത്താവ് കരുണയുടെ കരം നീട്ടണമേ. രോഗികളായി ഭാരപ്പെടുന്നവർ, ശാരീരിക ക്ലേശങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ടോടെ കഴിഞ്ഞുകൂടുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചികിത്സകളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ചികിത്സയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരം കൂടെയിരിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അവിടുത്തെ വചനം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് കൂടുതൽ പ്രശോഭിപ്പിച്ചിരിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, ആയുരാരോഗ്യത്തിൻ്റെ പുതുവർഷം നൽകണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.